മോസ്റ്റ്ലി എല്ലാവരും വിചാരിക്കുന്നത് യോഗ ശരിക്ക് ഫ്ലെക്സിബിലിറ്റി ആണെന്ന്. അതുമാത്രമല്ല ഈ മെഡിറ്റേഷൻ റിലാക്സേഷന് വേണ്ടിയാണെന്ന്. ചില ആൾക്കാർ യോഗ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്, ഫിറ്റ്നസ് കാര്യമാണെന്നും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ശരിക്കും ഒരു മോഡേണൈസേഷൻ ഓഫ് യോഗയാണ്. അതിൻ്റെ ഒറിജിനൽ യോഗ എന്ന് പറയുമ്പം ഒരിക്കലും ഒരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റീനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നില്ല. യോഗ ശരിക്ക് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും ബോഡീനെ സ്റ്റില്ലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സായിരുന്നു. ഈ ഒരു സമയത്ത് വി നീഡ് ആ ഒറിജിനൽ യോഗ ടു കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 5000 വർഷം മുന്നേ തുടങ്ങിയ ഈ യോഗ ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷനിലായിരുന്നു ഏറ്റവും ആദ്യം ഇതിൻ്റെ ഒരു ഹിൻഡ് കെട്ടിത്തുടങ്ങിയത്. കുറേ ആൾക്കാർ ഇങ്ങനെ ഡീപ്പ് മെഡിറ്റേറ്റീവ് പോസിൽ ഇരിക്കുന്ന ഇമേജസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റേഴ്സ് ആയിരുന്നു, അതിലായിരുന്നു കണ്ടത്. അതുമാത്രമല്ല വേദങ്ങളിലും ഉപനിഷത്തിലൊക്കെ യോഗേനെ പറ്റി പറയുന്നുണ്ട്. അവിടെയും യോഗ ഒരിക്കലും ഒരു എക്സസൈസ് ഇല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റിനെ പറ്റിയല്ല പറയുന്നത്. യോഗ ശരിക്ക് നമ്മുടെ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് പറയുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ എഴുതിയപ്പം യോഗനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്കാറ്റേർഡ് ആയിരുന്നു. അപ്പോഴാണ് മഹർഷി പാതാഞ്ജലി വരുന്നത്. അറൗണ്ട് 2000 ഇയേഴ്സ് മുന്നേ അവർ ചെയ്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള യോഗനെ പറ്റിയുള്ള നോളജ്, അതായത് അറിവ് എല്ലാം ഒരു സ്ട്രക്ചറാക്കി ഒരു ബുക്ക് എഴുതി. അതായത് അവരെഴുതിയ ബുക്കായത് യോഗ സൂത്ര. അപ്പം ഇതിൽ യോഗനെ പറ്റി പറയുമ്പം 8 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു 8 സ്റ്റെപ്സ് ടു അറ്റെയിൻ ദ ഫൈനൽ ഗോൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ വൺ ഓഫ് ദ 8 കാര്യങ്ങളാണ് ആസന, അതായത് ഫിസിക്കൽ പോസ്ചർ. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർ യോഗ എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുന്ന കാര്യം. യോഗസൂത്രയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈൻ ഉണ്ട്. അതായത് യോഗ ചിത്ത് വൃത്തി നിരോധം. നമ്മുടെ മൈൻഡിലുള്ള ഫ്ലക്ച്വേഷനൊക്കെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പതാഞ്ജലിയുടെ ബിലീഫ്സ് പ്രകാരം ഒരാൾക്ക് സഫറിങ്സ് ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ റീസണാണ് പേടി, നോട്ട് ബീങ് സാറ്റിസ്ഫൈഡ്, വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യുന്നത്, കമ്പാരിസൺ, ഇല്ലെങ്കിൽ ഒരു കാര്യമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഡിസോണസ്റ്റ് ആവുന്നത്, ഓവർ തിങ്കിങ്. ഇതൊക്കെയാണ് ദ മെയിൻ റീസൺ ഓഫ് സഫറിങ് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കൽ സഫറിങ്. നമുക്കെപ്പോഴും പാസ്റ്റിനെ പറ്റിയുള്ളൊരു ഗിൽട്ടും ഫ്യൂച്ചറിനെ പറ്റിയുള്ളൊരു ടെൻഷനുമാണ്. അതുമാത്രമല്ല ഇമാജിനറി സിറ്റുവേഷൻസ് നമ്മളുണ്ടാക്കും. അപ്പം അതിൻ്റെയും കൂടി സഫറിങ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ യോഗസൂത്രയിലുള്ള 8 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനെ അഷ്ടാംഗ യോഗ എന്നാണ് പറയുന്നത്. അപ്പം ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് യമ. അതായത് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, സോ ഹൗ വി ബിഹേവ് എക്സ്റ്റേണലി. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ ഡിസിപ്ലിൻ ആയിട്ടാണ് കൂട്ടുന്നത്. രണ്ടാമത്തെ കാര്യമാണ് നിയമം. അതായത് നമ്മൾ ഇൻറ്റേർണലി നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നത്, അപ്പം ഇൻറ്റേർണൽ ഡിസിപ്ലിൻ. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ആസന, അതായത് ഫിസിക്കൽ പോസ്ചർ. ഇതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന യോഗ. നാലാമത്തെ കാര്യമാണ് പ്രാണായാമം. അതും യോഗയുടെ ഒരു പാർട്ടായിട്ടാണ് പഠിപ്പിക്കുന്നത്. ബ്രെത്ത് കൺട്രോൾ, നമ്മുടെ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതും അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ അഞ്ചാമത്തെയാണ് പ്രത്യാഹാരം. അതായത് പുറത്തെ സെൻസസിനെ ഇഗ്നോർ ചെയ്തിട്ട്, അതായത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആറാമത്തെ ആയിരുന്നു ധാരണ, അതായത് കോൺസെൻട്രേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ. അതും ഇപ്പം യോഗയും മെഡിറ്റേഷനും സെയിം ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ മെഡിറ്റേഷൻ ഇസ് അഗൈൻ നമ്മുടെ ഇന്നർ ബോഡി നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, സ്റ്റിൽനെസ്സിനെ ഫോക്കസ് ചെയ്യാം എന്നാണ്. പിന്നെയാണ് സമാധി എന്ന് പറയുമ്പം അഗൈൻ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് പീസ് എത്തിക്കഴിഞ്ഞു, അതാണ് ഫൈനൽ സ്റ്റേറ്റ്. യോഗ ഒരിക്കലും ഒരു വർക്കൗട്ട് ആയിരുന്നില്ല, അല്ലേ? യോഗ ശരിക്കും നമ്മുടെ മെൻ്റൽ സഫറിങ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും
ഒന്നും ആലോചിക്കാണ്ടിരിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നില്ല. ഒന്നും ചെയ്യാനില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഇമാജിനറി സിറ്റുവേഷൻ ഉണ്ടാക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും ഫേവററ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതാണ്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ലൈഫിൽ നമ്മൾ ഓൾറെഡി ഫിസിക്കലി ഭയങ്കര എക്സോസ്റ്റഡാണ്, അത് മാത്രമല്ല മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡാണ്. ഒരു 2 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആലോചിക്കും, നമ്മൾ ഫോണിൽ നോക്കും, ഒന്നും നോക്കുന്നില്ലെങ്കിൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരും, ഡിസ്ട്രാക്റ്റ് ആവും. ഇല്ലേ അതും ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി അല്ല എന്ന് നമ്മൾ ബ്രെയിൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 1000-2000 വർഷം മുന്നേ തന്നെ ആൾക്കാർക്ക് അറിയായിരുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആങ്കർ വേണ്ടി വരുമെന്നും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബുക്ക് തന്നെ എഴുതി വെച്ചത്. ശരിക്കും യോഗ ചെയ്യുമ്പം നമ്മുടെ സ്ട്രെസ് ഹോർമോൺ, അതായത് കോർട്ടിസോൾ കുറയും. അതുമാത്രമല്ല, അപ്പം നമ്മൾ സ്ട്രെസ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാവുന്നത്, നമ്മൾ ഹാപ്പി ആവും, നമ്മൾ കൂടുതലും എൻജോയ് ചെയ്യാൻ തുടങ്ങും കാര്യങ്ങൾ. ശരിക്കും യോഗ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയും മെഡിറ്റേഷൻ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുമായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും യോഗയുടെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ നിന്ന് ഒരു അവെയർനെസ്സിലേക്ക് എത്തുക, എന്നിട്ട് ആ ഒരു അവെയർനെസ്സിൽ നിന്ന് ഫ്രീഡം, ലിബറേഷനിലേക്ക് എത്തുക. അതായത് നമ്മളെപ്പോഴും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റിയാക്ട് മാത്രമേ ചെയ്യുള്ളൂ, അല്ലേ? അപ്പം ഈ യോഗ ചെയ്യുന്ന ആൾക്കാരും സെൽഫ് കൺട്രോൾ ഉള്ള ആൾക്കാരും റിയാക്ട് ചെയ്യില്ല. ആ റിയാക്ഷൻ ആവുന്നേക്കാളും മുന്നേ അവർ അവെയർ ആവും. അതായത് അവർ മനസ്സിലാക്കും ഇതിന് റിയാക്ഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് ആ യോഗ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ആ ഒരു സെൽഫ് കൺട്രോൾ എത്താനും ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ശരിക്കും മോഡേൺ ഫിലോസഫി കോഗ്നിറ്റീവ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതിനെയാണ്. അതായത് ഇമോഷണൽ കൺട്രോളും നമ്മുടെ ആ സ്റ്റേബിലിറ്റിയും ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റും, അതാണ് ശരിക്കും ആ ഒരു കോഗ്നിറ്റീവ് കൺട്രോൾ. പതഞ്ജലി പറയുന്ന നമുക്ക് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടോ. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ബ്രെത്ത് കൺട്രോൾ. അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നതും എക്സേൽ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുക. നമ്മളൊരിക്കലും, എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ, ഞാൻ എപ്പോഴാണ് ഇങ്ങനെ കോൺഷ്യസ്ലി ശ്വാസം വലിച്ചതും ശ്വാസം വിട്ടതൊക്കെ. അപ്പം അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ 4 സെക്കൻഡ്സിന് വേണ്ടി ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുമ്പോൾ 6 സെക്കൻഡ്സിന് വേണ്ടി എക്സേൽ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളിത് 2 മിനിറ്റിന് വേണ്ടി ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റം താൻ കാം ഡൗൺ ആയി തുടങ്ങും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അറ്റൻഷൻ ട്രെയിനിങ്. അതായത് ഒരു 5 മിനിറ്റ് ചെയ്യാനുള്ളൊരു കാര്യമാട്ടോ അത്. നമ്മളെവിടെയെങ്കിലും ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, ഒന്നും ആലോചിക്കരുത്. നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് തോട്ട്സ് വരും, പക്ഷേ നമ്മളൊന്നും റിയാക്ട് ചെയ്യരുത്. തോട്ട് വരുവാണെങ്കിൽ അത് ആലോചിച്ച് പോവുക, തിരിച്ച് ഇങ്ങോട്ട് വരാൻ നോക്കുക. അപ്പം ഇത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ, അതായത് നമ്മളൊരു കാര്യത്തിന് നമ്മുടെ ബ്രെത്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ ബ്രെത്തിനെ നമുക്ക് എത്ര നേരം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ബോഡിയെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ യോഗയുടെ മൂന്നാമത്തെ ഒരു നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗ. അതായത് നമ്മളൊരു കാര്യം എന്നും ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം നല്ലതാണോ ചീത്തയാണോ എന്ന് ആലോചിക്കാണ്ട് ഒരു കാര്യം ചെയ്യുക, അത് മുടങ്ങാണ്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നുള്ളൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. അപ്പം നമ്മൾ ചെയ്യും, ഇത് ആയാലും ആയില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് നമുക്ക് മനസ്സിലാവുമ്പം നമ്മൾ എന്തായാലും നമ്മുടെ ബെസ്റ്റ് കൊടുക്കും, അല്ലേ? നാലാമത്തെ കാര്യം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ് യോഗസൂത്രയിൽ പറഞ്ഞ പ്രത്യാഹാർ. അതായത് നമ്മൾ എന്തെങ്കിലും പുറത്തെ സെൻസസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അങ്ങനെ തന്നെ ഇപ്പോഴത്തെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മളെ തന്നെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു ദിവസം ആരോടും സംസാരിക്കാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഫോൺ നോക്കാണ്ടിരിക്കുക, കുറച്ച് നേരം നമ്മൾ എന്താ പറയുക, നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഒരു എക്സ്റ്റേർണൽ നോയ്സ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് നേരം നമ്മൾ എല്ലാം മറന്ന് അവിടെ ഇരിക്കുക. അപ്പം അത് ഒരു ടൈപ്പ് ഓഫ് യോഗയാണ്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് പതഞ്ജലി പറയുന്ന ഒരു കാര്യം എന്ത് സത്യ. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് സഫർ ചെയ്യുന്നത് ഈ 3 കാറ്റഗറി ഓഫ് കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ടാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോട്ട്സ് അബൌട്ട് ആർ പാസ്റ്റ്. അതായത് നമ്മുടെ പാസ്റ്റിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട്, ചെയ്തു പോയ കാര്യങ്ങൾ ഇല്ലെങ്കിൽ പറ്റിപ്പോയ കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ട് നമ്മളൊരുപാട് സമയം വേസ്റ്റ് ചെയ്യും, ഒരുപാട് സ്ട്രെസ് എടുക്കും, അല്ലേ? അതിന് നമുക്ക് കൺട്രോളില്ല.
രണ്ടാമത്തെ കാര്യമാണ് ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. അതായത് ഇനി എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും, അടുത്ത മാസം എന്ത് സംഭവിക്കും അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് നമ്മൾ വറി ചെയ്യുന്നത്. അഗൈൻ അതും നമ്മുടെ കൺട്രോളിലില്ല. പക്ഷെ നമ്മളത് ആലോചിച്ച് ഒരുപാട് സ്ട്രെസ് എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ നമുക്ക് ആലോചിക്കാം, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അതിലൊന്നും നമുക്ക് കൺട്രോളില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ മാത്രമേ കൺട്രോൾ ഉള്ളൂ അല്ലേ. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇമാജിനറി സിറ്റുവേഷൻ ഉണ്ടാക്കും നമ്മുടെ മനസ്സിൽ തന്നെ. അപ്പം നമ്മൾ അഗൈൻ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റും. പക്ഷെ ചിലപ്പോൾ ആ കാര്യമൊക്കെ ചെറിയൊരു കാര്യമായിരിക്കും. അപ്പം അഗൈൻ നമ്മൾ ചിന്തിച്ച് നമുക്ക് സ്ട്രെസ് വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് ഒരുപാട് അനുഭവിച്ച കാര്യമാണ്. പഴയ കാര്യങ്ങൾ ആലോചിക്കുക, ഇല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എന്ത് പറ്റും, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ ആലോചിച്ച്, കുറേ വിഷമിച്ച്, കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് ആലോചിക്കുമ്പം ഒരുപാട് സമയം വേസ്റ്റ് ആയിരുന്നു. ബിക്കോസ് അതിൽ ഔട്ട്കം ഒന്നുമില്ല അല്ലേ. നമ്മളിങ്ങനെ ഇന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന് പ്രത്യേകിച്ചൊരു ഔട്ട്കം ഇല്ലെങ്കിൽ ഒരു റിസൾട്ട് ഒന്നുമില്ല. കുറേ സമയം വേസ്റ്റായി, കുറേ സ്ട്രെസ് എടുത്തു, ആരും അറിഞ്ഞില്ല. അപ്പം അതിനാർക്കും ബെനിഫിറ്റ് ഒന്നുമില്ല. ശരിക്കും യോഗയും മെഡിറ്റേഷനും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പെട്ടെന്നൊന്നും മാറില്ല. യോഗയും മെഡിറ്റേഷനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയാണ് മാറുന്നത്, നമ്മുടെ ലൈഫല്ല മാറുന്നത്. നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യോഗ ചെയ്യുന്നത് കാണുമ്പം നിങ്ങൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്, ഇല്ലെങ്കിൽ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിക്കാണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സെൽഫ് അവെയർ ആണ് എന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ കമൻസിൽ പറയൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്താണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടാണോ, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടാണോ, അതോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇമാജിനറി സിറ്റുവേഷൻസ് ആണോ, അല്ലെങ്കിൽ സ്ട്രെസ് ആണോ, ഓവർ തിങ്കിങ് ആണോ, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ മെൻ്റൽ സ്ട്രഗിൾ ഈ ഒരു സമയത്ത്? ഞാൻ എല്ലാ കമൻസും വായിക്കും. അപ്പോൾ എന്തായാലും കമൻസിൽ പറയൂ. എനിക്ക് യോഗസൂത്ര പോലത്തെ കാര്യങ്ങൾ ബുക്കിൽ മാത്രം എഴുതി സൂക്ഷിച്ചു വെക്കാനുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.